Hello guys, welcome back. Clueless Passportsന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ വെൽക്കം ടു our ന്യൂ കേരള ട്രാവൽ സീരീസ്. ഞങ്ങളൊരു 4 ദിവസം റോഡ് ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാലക്കാട് നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ പോകുന്നത് തേക്കടി കട്ടപ്പനയിലേക്കാണ്. കട്ടപ്പനയിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലേക്കാണ് പോകുന്നത്, ബ്യൂട്ടിഫുൾ ബീച്ചസ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു 4 day റോഡ് ട്രിപ്പ് സീരീസ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. റൈറ്റ് നൗ വി ആർ ഇൻ കട്ടപ്പന. ഫേമസ് മൂവി ഉണ്ട് കട്ടപ്പനയിൽ ഹൃത്തിക് റോഷൻ. സെയിം സ്പോട്ടാണ്, അതേ സ്പോട്ടിൽ ആ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ കളറിക്കൽ ഹെറിറ്റേജ് വില്ല, ആ പ്രോപ്പർട്ടിയിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. സോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലാ ആൻഡ് കോട്ടേജസ് അല്ലേ, ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങൾ ഇന്ന് കാണാൻ പോവുക. അപ്പോൾ പാലക്കാട് നിന്ന് കട്ടപ്പനയിൽ വന്ന് ഈ ഒരു പ്രോപ്പർട്ടി വിശേഷങ്ങളും പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയുണ്ട്, അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ നമുക്ക് ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഈ ഒരു 4 days റോഡ് ട്രിപ്പ് അടിച്ച് പൊളിക്കുക. ഞാനും സിബിയാണ് ഉള്ളത്. അപ്പോൾ 2 പേരും അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കട്ടപ്പനയും അതേപോലെ വർക്കല ഈ ഒരു ട്രാവൽ സീരീസാണ് നിങ്ങൾ കാണാൻ പോവുക. അപ്പോൾ എന്തായാലും വെൽക്കം ടു ദ വ്ളോഗ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. റോഡ് ട്രിപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ വർക്കല വരയ്ക്കുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് തേക്കടിക്കാണ് പോണത്. എന്തായാലും സിബിൻ്റെ കാറിലാണ് ഇപ്രാവശ്യം പോണത്. അപ്പോൾ ബൈ, ടാറ്റ. ശരി, പോയിട്ട്. ഹലോ സിബി, അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ടാക്കാം അല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് കട്ടപ്പനയ്ക്കാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ കട്ടപ്പനയിൽ ഒരു നല്ലൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലാ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വർക്കല പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട് പാലക്കാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പൊള്ളാച്ചി വഴിയാണ് വരുന്നത്. പൊള്ളാച്ചി, തേനി, കമ്പം, പിന്നെ കട്ടപ്പന, തേക്കടി വഴി അങ്ങനെ കട്ടപ്പന. അതാണ് നമ്മൾ പോകാനുള്ള പ്ലാന്. എന്തായാലും നമ്മളിപ്പോൾ പൊള്ളാച്ചി എത്തിയിട്ടപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ മേടിക്കാന്നുണ്ട്. ഒരു ബേക്കറി കയറി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ നിന്നുണ്ട്. സിബിയുണ്ട്. അപ്പോൾ അവൻ ഉള്ളിൽ പോയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് തേക്കടി വഴി കട്ടപ്പന പോവുക. കട്ടപ്പനയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വർക്കല ടുവേർഡ്സ് പാലക്കാട്. ഇതാണ് നമ്മളുടെ ഒരു 4 day ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒട്ടൻചത്രത്തിൻ്റെ അടുത്തെത്തി. ഇത് പഴനിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ദിണ്ടുക്കൽ ഹൈവേയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മലബാർ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ ഹോട്ടൽസ് ഒന്നും കാണാനില്ല. ഈ ഒരു പുതിയ ഹൈവേ ആയതുകൊണ്ട് നമ്മൾ പഴനി പോലും റീച്ച് ആവില്ല. ഫുൾ ഔട്ടർ ആയിട്ടുള്ള ഒരു ഹൈവേയിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് ഫുഡിന് ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു ഒട്ടൻചിത്രം പോണ വഴിക്ക് തന്നെ ഈ ഒരു മലബാർ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ തേക്കടിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൊക്കേഷൻ എന്തായാലും ഞാൻ പിൻ ചെയ്യാം കമൻറ്റിൽ. അവിടെ നിന്ന് പോയി നമ്മൾ എന്താ ഉള്ളത് നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മളിവിടെ ഒരു വടയും അതേപോലെ ദോശയും പറഞ്ഞിട്ട് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 160 kilometers ഉണ്ട്. ഒരു 3.5 hours എടുക്കും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ റിസോർട്ടിൽ പോകാൻ, കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലോയിലേക്ക് പോകാൻ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ലഞ്ച് ഡയറക്റ്റ് നമ്മൾ ഇനി റിസോർട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അവിടെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദോശയൊക്കെ കഴിച്ചിട്ട് വന്ന് പോകാമെന്നുണ്ടാണ്. നമ്മുടെ കളറിക്കൽ ഹെറിറ്റേജ് പ്ലാന്റേഷൻ ആൻഡ് ബംഗ്ലോ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ എത്തി കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലോയിൽ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ തന്നെ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഉള്ളിൽ പോയി നോക്കാം, ഫസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് റൂമൊക്കെ പോയി ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജ്യൂസ് വന്നിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. എന്താ ഇത് ജിഞ്ചർ ലൈം ജ്യൂസ് എന്നാണ്. ജിഞ്ചർ ലൈം ജ്യൂസ്. ഓക്കെ, ഇവിടെ തന്നെ താങ്ക് യു. ചേട്ടൻ്റെ പേര് എന്തായിരുന്നു? ബേബി. ബേബി. ഓക്കെ,
നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അല്ലേ? നല്ല ജ്യൂസ്, നല്ല സ്പേഷ്യസ് റൂമാണ്. റൂം ടൂർ ഞാൻ കാണിക്കാം. അപ്പോൾ ശരി, നമ്മൾ വന്നെത്തി പറഞ്ഞ റൂം ടൂർ ഒന്ന് കാണിക്കുന്നതിനായിട്ടാണ്. നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നല്ല പ്രോപ്പർട്ടി അല്ലേ? അവര് വന്നെത്തി പറഞ്ഞ പറഞ്ഞു ഇതിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പോളാറസ് ജീപ്പ് എടുത്തിട്ട് പോവാം. കുറെ ഇവിടെ ഇതെല്ലാം നമുക്ക് കോട്ടേജ് ടൈപ്പാണ് വരുന്നത്. അതിലാണ്ട് ഹെറിറ്റേജ് ബംഗ്ലാ ഉണ്ട്, പിന്നെ അവർക്ക് ഉള്ളിൽ തന്നെ കാർഡമം ഫാക്ടറി ഉണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്നൊന്നായിട്ട് ചെയ്യാൻ. നമുക്ക് ഒരു ക്രൗഡിനൊക്കെ നമുക്ക് തേക്കടീന്റെ ക്രൗഡൊന്നും ഇല്ലാണ്ട് പീസ്ഫുള്ളാ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി. ഫാമിലിയായിട്ട് വരാൻ അടിപൊളി നല്ലൊരു സെറ്റപ്പ് തന്നെ ഉണ്ട്. എന്തായാലും പ്രോപ്പർട്ടി ഫുള്ളായിട്ടൊന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഈ ജ്യൂസ് ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി റൂമിൻ്റെ മുന്നിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസ്റ്റോറൻറ്റ് പോലെ വരുന്നത്. ഇവിടെ തന്നെയാണ് പോയി കഴിക്കാൻ പോണത്. നമുക്കൊരു കേരള മീൽസാണ് പറഞ്ഞിരിക്കുന്നത്. ചോറും മീനുണ്ട്, അതേപോലെ തന്നെ പപ്പടം, ചെറുപയർ കറിയുണ്ട്, ഒരു ബീൻസ് ഉപ്പേരി ഉണ്ട്, പിന്നെ സാമ്പാർ, മോര്, റൈസ്, അങ്ങനെ ഡിഫറെൻറ്റ് 2 ടൈപ്പ് ഓഫ് റൈസും തന്നിട്ടുണ്ട്. നമ്മളുടെ ബ്രൗൺ റൈസും തന്നിട്ടുണ്ട്, പൊന്നി അരിയും തന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇവരുടെ ഒരു ഫിഷ് കറി മീൽസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ സിബി? നമ്മൾ അയിലയാണ് അവർ പൊരിച്ച് വെച്ചിരിക്കുന്നത്. അയിലയും പിന്നെ സാലഡ് ഉണ്ട്, ചെറുപയർ കറി ഉണ്ട്, ബീൻസ് കറി ഉണ്ട്, സാമ്പാർ, മോര്, 2 ടൈപ്പ് ഓഫ് റൈസ് ഉണ്ട്, പപ്പടം, അച്ചാർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് എല്ലാം ഫസ്റ്റിന് മുൻകൂട്ടി തന്നെ പറയണം. അവർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെനു തരും. അപ്പോൾ അവർ സെറ്റായിട്ട് മെനു എന്തൊക്കെയാണ് വേണം നമ്മൾ അപ്പം തന്നെ പ്രിഫറൻസ് കൊടുത്ത് വെച്ചാൽ അവരെല്ലാം കുക്ക് ചെയ്ത് വയ്ക്കും. ടൈം ആകുമ്പോൾ കുക്ക് ചെയ്ത് വയ്ക്കും. നമുക്ക് പ്രോപ്പർട്ടിയിൽ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് വരുന്നത് കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കാർ പാർക്കിംഗ് തന്നെ നമുക്കൊരു ചെറിയൊരു ബാസ്കറ്റ് ബോൾ കോർട്ട് പോലെ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു 4 റൂം വരുന്നുണ്ട്. 4 റൂം എന്ന് പറയുന്നത് ഇവിടെ ഒരു 4 ഫുൾ കോട്ടേജാണ്. ഒരു ലോൺ വ്യൂ ആയിട്ടുള്ള ഒരു കോട്ടേജാണ്. ഇവിടെ 4 വരുന്നുണ്ട്. അതേപോലെ അപ്പുറത്ത് നമ്മളിരിക്കുന്നത് ആ ഒരു കോട്ടേജിൻ്റെ അടുത്താണ്. അവിടെ ഒരു 4 കോട്ടേജ് വരുന്നുണ്ട്. ഇതില്ലാണ്ട് ഒരു ബംഗ്ലാ വരുന്നുണ്ട്, ഹെറിറ്റേജ് ബംഗ്ലാ ഉണ്ട്. അത് അവിടെ അപ്പുറത്തെ സൈഡാണ് ഒരു ബംഗ്ലാ വരുന്നത്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ വില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്ത് ഒരു ഓഫ് റോഡിങ് അവരുടെ കാർഡമം എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു റൂമും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇതില്ലാണ്ട് നമ്മൾക്കൊരു പ്ലേ റൂം ഉണ്ട്. ആ പ്ലേ റൂമും പോയി നോക്കാം. നമുക്ക് ഡാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സൈക്ലിംഗ് ഉണ്ട്. നമുക്ക് സൈക്ലിംഗ് ചെയ്യണമെങ്കിൽ സൈക്കിൾ ചെയ്യാം. കിച്ചനൊക്കെ വന്നാൽ സൈക്കിൾ ചെയ്യാൻ പറ്റും. ക്യാരം ബോർഡ്, ക്രിക്കറ്റ്, ഷട്ടിൽ എല്ലാം എല്ലാം ഉണ്ട് അല്ലേ? നല്ല കാം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എന്തായാലും നല്ലൊരു പ്രോപ്പർട്ടി. നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ട് ഒരു സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ, ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാം. കലറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലാ ഓർ കോട്ടേജസ്, ഇത് 2 എടുക്കാൻ പറ്റും. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഫുൾ ആ ഒരു ക്രീപ്പേഴ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് കിച്ചനൊക്കെ വരികയാണെങ്കിൽ കളിക്കാനായിട്ട് സ്വിങ്ങും അതേപോലെ തന്നെ സ്ലൈഡൊക്കെ ഉണ്ട്. നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇല്ല സിബി? ഇത് നീറ്റായിട്ട് തന്നെ ഉണ്ട്. നമ്മൾക്ക് റോഡ് സൈഡ്, നമ്മളിപ്പോൾ മെയിൻ റോഡിൽ വന്നുകൊണ്ടാണ് ഈ ഒരു റോഡ് സൈഡ് നോയ്സൊക്കെ വരുന്നത്. ഉള്ളിൽ പോയി വെച്ചാൽ അത്ര പോലും ഇല്ല. നല്ല കാമൻ ക്വയറ്റായിട്ട് ഒരു കാർഡമം പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ഇരിക്കുന്നത്. ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ വരികയാണെങ്കിൽ കട്ടപ്പനയിലൊക്കെ നിങ്ങൾ തേക്കടിക്ക് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ കട്ടപ്പന വരിക. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ തേക്കടിയിലൊക്കെ. നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി ഡാം പോകാൻ പറ്റും. അതേപോലെ തന്നെ രാമക്കൽമേട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ തേക്കടി ഉണ്ട്. തേക്കടിയിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു 20-30 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പോയി ഹെറിറ്റേജ് പ്ലാന്റേഷനും പോയി നോക്കാം. ഇവിടെ കാർഡമം പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് ആ പൊലാറൈസ് എടുത്തിട്ട് ഉള്ളിലൊക്കെ പോയിട്ട് ആ ഒരു ലേക്കൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ടിട്ട് വരാം. കുറച്ച് ഫിഷിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ഈ ഒരു ഇവിടെ ഒരു 4 കോട്ടേജ് ഉണ്ട്. ആ ഒരു കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. നമ്മൾ എടുത്തിരിക്കുന്നത് 201 എന്ന് പറഞ്ഞ ഒരു റൂമിലാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇപ്പോൾ 4 ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ 4 റൂമും എടുക്കാം. അതേപോലെ ഈ ഒരു ലോൺ സ്പേസും കിട്ടും. അപ്പോൾ ഫുൾ നമുക്ക് ഗെയിംസ് കളിക്കാനോ എല്ലാം കുറച്ച് നമുക്ക് ഫാമിലി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പൊലാറിസ് റേഞ്ചർ വന്നു. റേഞ്ചറിലാണ് നമ്മൾ എസ്റ്റേറ്റ് ഒന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചറിൽ നമുക്ക് പോയിട്ട് കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വരാം. ഇവിടെ നമുക്ക് എക്സ്റ്റേൻ്റെ ഉള്ളിൽ പോകുന്ന തന്നെ ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. അവിടെ നമുക്ക് ഫിഷിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. സിബി അപ്പോൾ ചൂണ്ടയൊക്കെ ആയിട്ട് ഫിഷിങ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അവിടെ പോയി നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാമല്ലേ സിബി? അതെ.
അപ്പോൾ ഇതാണ് ആ പൊളാരിസിൻ്റെ റേഞ്ചർ 4x4 എന്ന് പറഞ്ഞ ഓഫ് റോഡിങ് വെഹിക്കിൾ. ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എസ്റ്റേറ്റിന് ഒരു ഫുൾ ഓഫ് റോഡിങ്ങും അതേപോലെ തന്നെ കുറച്ച് ഫിഷിങ്ങും അതൊക്കെ ചെയ്യാന്നുകൊണ്ടാണ്. ഉള്ളിലെ ലേക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊരു ലേക്കാണ് ഇവിടെ നമ്മൾക്കൊരു ലേക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു ലേക്കിൽ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിഷിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. വലിയ എസ്റ്റേറ്റ് അല്ലേ സിബി? വലിയ പ്രോപ്പർട്ടിയാണ്, വലിയ പ്രോപ്പർട്ടി. നമുക്ക് ജസ്റ്റ് നമ്മൾ ഇത്ര നേരം കണ്ട ജസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒരു 2 acres നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാത്രമാണ്. ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട്. ഇത് കണ്ടില്ലേ, എൻ്റെ ബാക്കിൽ ഒരു ലേക്കാണ്. ഇത് ഒരു ലേക്കാണ്, ഇനിയൊരു ലേക്കുണ്ട്, അത് കുറച്ചും കൂടെ വലിയ ലേക്കാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ലേക്കിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലും ഫിഷിംഗ് ഒക്കെ ചെയ്യാം. നമ്മൾ മറ്റൊരു ലേക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ഫിഷിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് ഫിഷിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ സിബി ഫിഷിംഗ് റോഡൊക്കെ എടുത്തിട്ടുണ്ട്. വാവ്, ഇന്ന് നമ്മൾ കിലോ കണക്കിൽ പിടിക്കുന്നു, ഫ്രൈ ചെയ്ത് തിന്നുന്നു. ഫ്രൈ ചെയ്ത്. അപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫിഷിംഗ് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ഞങ്ങൾ എന്തൊക്കെയൊക്കെയാണ് പ്ലപ്ലപ്പാൻ ചെയ്ത് എന്തൊക്കെയൊക്കെ കിട്ടി, എന്നാലും കുറേ നേരമൊക്കെ എടുത്തു. എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വലിയ വലിയ ഫിഷ് ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ചുമ്മാ കുറച്ച് നേരം ടൈം പാസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഒരു റോഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരികയാണെങ്കിൽ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ്, അതായത് നമ്മൾ കിഡ്സിനൊക്കെ വരികയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ഫിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കാൻ പോകണം. നല്ലൊരു ക്ലൈമറ്റായി, ചില്ലായില്ല സിബി? നല്ല ചില്ലായി, നല്ല ക്ലൈമറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കുറച്ചൊരു ഫോഗും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഡിന്നർ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിടിച്ച മീനാണെന്ന് തോന്നുന്നു സിബി, അല്ലേ? പിന്നെ ദാലുണ്ട്, ബീഫിൻ്റെ കറിയുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. ഓപ്പച്ചി നമ്മളെ പിടിച്ച ഫിഷാണല്ലേ? ഓ അടിപൊളി, നമ്മളെ പിടിച്ച ഫിഷ് ഉണ്ട്, ബീഫുണ്ട്, ദാല്, സാലഡ്, പിന്നെ ചപ്പാത്തി. ഇതാണ് നമുക്ക് ഡിന്നർ തന്നിരിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം നമ്മളെടുത്ത ഈ ഒരു റൂം ടൂർ പോയി നോക്കാം. ബാക്കിൽ കാണുന്ന ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ആ റൂമും പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്.
നല്ലൊരു സ്പേഷ്യസ് റൂം തന്നെയാണ് ഉള്ളത്. ഇവിടെ നോക്കി വെച്ചാൽ നല്ലൊരു കുഷൻ ഉള്ള പോലത്തെ വലിയൊരു ലാർജ് സൈസ് ബെഡ് തന്നെയാണുള്ളത്. അതിലാണ് നമുക്ക് 2 ചെയർ വരുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ 2 സൈഡിലും ഒരു വാർഡ്രോബ് ഉണ്ട്. നമുക്ക് ലഗേജസ് ഒക്കെ വെക്കാനായിട്ട് ഒരു വലിയൊരു വാർഡ്രോബ് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ കൗണ്ടർ സൈഡ് ടേബിളും ഒരു റെഫ്രിജറേറ്ററും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു റൂം ടൂർ എന്ന് പറയുന്നത്. ഫുൾ ഒരു സ്പേഷ്യസ് റൂം. 2-3 പേർക്കും ഒരു കിഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ട് കിടക്കുകയാണെങ്കിൽ പോലും നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ ഒരു കോട്ടേജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,000 റുപ്പീസാണ് വരുന്നത്. 4,000 റുപ്പീസ് പെർ നൈറ്റ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും വരുന്നുണ്ട് ഹെൽത്തിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ കൂടെ നമുക്ക് ലഞ്ചും ഡിന്നറും വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചാർജസ് ആണ്. 300 to 400 per person വരുന്ന പോലെയാണ് വരിക. ഇവിടെ നമുക്ക് മെനു നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെനു അയച്ചു തരും. ആ ഒരു മെനുവിൽ നമ്മൾ അപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തു വെച്ചാൽ അവരെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. ടൈമിങ്ങിന് കറക്റ്റായിട്ട് അവരൊന്ന് വിളിക്കും. നമ്മൾ പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. എന്തായാലും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം. നമുക്ക് ബാത്റൂമും പോയി നോക്കാം. ബാത്റൂം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടുത്തെ ബാത്റൂം ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഡ്രൈ ഏരിയ തന്നെ വെറ്റ് ഏരിയ തന്നെയായിട്ട് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഷവർ ഏരിയ വരുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് വാഷ് ബേസിന് ഒരു നല്ലൊരു വലിയൊരു മിറർ തന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ കമ്പോർട്ടിൻ്റെ സ്പേസസ് സെപ്പറേറ്റ് ആയിട്ടും തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സിബി. ഗുഡ് മോർണിംഗ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ? രാത്രി നല്ല ക്ലൈമറ്റ്, രാവിലെ നല്ല ക്ലൈമറ്റ്, ചില്ലായിട്ടുണ്ട്. ഡ്രിസ്ലിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിയാപ്പം, ഒരു കറിയുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ഉണ്ട്, അതിലാണ്ട് ജാമും ബട്ടറും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പവും ഗ്രീൻ പീസും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അഡോപ്റ്റ് ബേസിസിലാണ് അവർ ചെയ്യുക. അവർ കിച്ചണിൽ വന്ന് നമ്മൾ എന്താ വേണമെന്ന് ചോദിച്ചാൽ അവർ ചെയ്തു തരും. എന്തായാലും നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി തന്നെ തന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു കാടമം എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്, പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഫുൾ ചുറ്റും കാടമം ത്തിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം കാടമമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവർ വളർത്തുന്നത്. ഓ വാവ്. കത്തില്ല, കുഴപ്പമില്ല, തിന്നാൻ പറ്റും. ഓ അതുണ്ട്, ഫ്രഷ് കാടമം. ഇതാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. ആഹാ, നല്ലൊരു കാട്ടുണ്ട് അല്ലേ? അതെ, നല്ലുണ്ട്. ഒരു ഫ്രഷ് ടേസ്റ്റ് ചെയ്ത് നമുക്ക് അറിയില്ലല്ലോ, ഞാൻ ഇതാ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. നല്ല അടിപൊളിയുണ്ട് അല്ലേ? ഒരു ഫ്രൂട്ട് പോലെ തന്നെ. ഇതിനെ ഡ്രൈ ആക്കിയിട്ടല്ലേ നിങ്ങൾ ഡ്രൈ ആക്കി എടുക്കുന്നത്? ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഇത് നമ്മളിങ്ങനെ എടുക്കുന്നു. ഇതെടുത്ത് നമ്മൾ വാഷ് ചെയ്യും, കൊണ്ടുപോയി നമ്മൾ സ്റ്റോറിൽ കൊണ്ടുപോയി ഇത് വാഷ് ചെയ്ത് സ്റ്റോറിലോട്ട് കയറ്റി അത് 24 hours ഇട്ട് കറക്റ്റ് മീഡിയം ചൂട് കൊടുത്ത് 49 ഡിഗ്രീസ് കൊടുത്ത് ഒരു 74 ആ ഒരു ലെവൽ വരെ നമ്മൾ ചൂട് കൊടുക്കും. 48 degree 74 hours ചൂട് കൊടുക്കുമ്പോൾ സെയിൽ ചെയ്യുന്ന ഒരു കടമനാണ്. അതുവരെയും ഇങ്ങനെ ഫ്രൂട്ട് പോലെ തന്നെ അതുണ്ട്. നിങ്ങളവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാടമം എസ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. പ്ലാന്റേഷൻ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറ്റും. കാടമത്തിനെ പറ്റി കുറേ അറിയാൻ പറ്റും. അതിലാണ് നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്രൂട്ടായിട്ട് ഡയറക്റ്റ് പറിച്ച് കഴിച്ചിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ആ ഒരു സ്ട്രോങ് ഇനിയും ഉണ്ട് അല്ലേ അതിൻ്റെ ഉള്ളിൽ? നല്ലതുണ്ട്. ഇവരുടെ ഫാക്ടറിയും പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കാടമം എസ്റ്റേറ്റിലെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇവരുടെ ഹെറിറ്റേജ് ബംഗ്ലാവിൻ്റെ ഉള്ളിൽ പോവാണ്. ഇവിടെ നമുക്ക് ഒരു ഫുൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹെറിറ്റേജ് ബംഗ്ലാ. അപ്പോൾ ആ ബംഗ്ലാവും പോയി കാണാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതാണ് കലറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലാ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ബംഗ്ലാവും വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയി കാഴ്ചകൾ കാണാം.
നമ്മളിപ്പോൾ ആ ഒരു കളറിക്കലിൻ്റെ ഫാക്ടറിയിലാണ് ഉള്ളിൽ പോകാൻ പോകുന്നത്. ഈ ഒരു ഫാക്ടറീൻ്റെ കൺസ്ട്രക്ഷൻ ഡേറ്റ് തന്നെ ഇനോഗ്രേറ്റ് ചെയ്ത് തന്നെ 1929 ചെയ്തിരിക്കുന്നത്. അന്ന് തൊട്ടുണ്ട് കൊറിയൻ കളറിക്കൽ എന്ന് പറഞ്ഞിട്ട് തന്നെ 11/6/1929. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഒരു കാർഡമം പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ചുമ്മാ ഒരു ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ലേക്കിൽ ഫിഷിങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ചുമ്മാ ഒരു ട്രൈ ആണ്. ഈ ലേക്കിൽ ഞാനിവിടെ ഫിഷിങ് ചൂണ്ടയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും കിട്ടുന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. സിബി എത്ര മീൻ കിട്ടി സിബി? രണ്ട്. ഒന്നും കിട്ടിയില്ലല്ലേ? 2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നു. ഒന്നും കിട്ടിയില്ല. 2 ചൂണ്ട മാത്രം എടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ കിച്ചൺ. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. മൂപ്പരാണ് സുധീഷ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെല്ലാ ഇവിടെ മാനേജിങ് എല്ലാം നിങ്ങൾ തന്നെയല്ലേ? അതും പിന്നെ നമ്മൾ അടിപൊളി ഫുഡായിരുന്നു മൂപ്പര് വെച്ച് തന്നത്. ഡിന്നറിന് നല്ലൊരു ഗ്രില്ലുണ്ട്, തന്തൂരി ഉണ്ട്, അതേപോലെ പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഒരു സൂപ്പും ഉണ്ടായിരുന്നു. ഇതാണ് അവർ ഡിന്നറിന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന മുന്നിൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള 2 ഐറ്റംസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അവൻ്റെ എസ്റ്റേറ്റിൽ തന്നെ ഗ്രോ ചെയ്യുന്ന കാടമവും അതേപോലെ തന്നെ പെപ്പറും തന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ മേടിക്കാൻ പറ്റും. കളറിക്കൽ ഫ്രഷ് സ്പൈസസ് ഫാം ടു ടേബിൾ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വരും. അതുവഴി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ലാവും പ്ലാന്റേഷനൊക്കെ ഒരു 100 years ഓൾഡ് ഒരു പ്രോപ്പർട്ടിയാണ്. ബ്രിട്ടീഷ് ടൈമിൽ തന്നെ ഇവർക്ക് ഈ ഒരു ഫാക്ടറി ഉണ്ട്. നല്ലൊരു കിഡിലൻ സ്റ്റേ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റേന് കൊടുത്തത് ഞങ്ങൾ 4000 rupees പെർ ഡേ കൊടുത്തത്. അതിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡ് ആവും. എന്തായാലും ഇതില്ലാണ്ട് നമുക്ക് ലഞ്ചും ഡിന്നറും ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പ്ലേ ഏരിയ ഉണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കാം, അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് കളിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പൊലാരിസ് എടുത്തിട്ട് നമുക്ക് കാർഡമം പ്ലാന്റേഷൻ ഫുള്ളൊരു നമുക്കൊരു ഓഫ് റോഡിങ് പോലെ പോകാൻ പറ്റും. അവിടെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്തുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇടുക്കി നമുക്ക് അറൗണ്ട് 25 kilometers ഉള്ളൂ. അതേപോലെ തേക്കടി നമുക്ക് പോകാൻ പറ്റും. മൂന്നാർ, ഇതെല്ലാം ഡ്രൈവ് വേ ആണ്. ഒരു 1 hour ഡ്രൈവ് തന്നെയാണ് നമുക്ക് ഇടുക്കി ഉള്ളത്. ഇടുക്കി ഡാം പോകാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഇവിടെ മൂന്നാർ പോവുകയാണെങ്കിൽ മൂന്നാർ പോകാൻ പറ്റും. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. ഓഫ് ബീറ്റ് കാം ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കും കിട്ടിയത്. ഞാനും സിബിയും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വർക്കലയ്ക്കാണ് പോകുന്നത്. വർക്കലയിൽ ഒരു ബ്യൂട്ടിഫുൾ 2 days ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. ബോയു ഹോംസ് എന്ന് പറഞ്ഞ ഒരു ഡിഫറൻ്റായ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആ കാഴ്ചകളൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. കളറിക്കൽ ഹെറിറ്റേജ് ബംഗ്ല ആൻഡ് പ്ലാന്റേഷൻ ഒരു കിടലൻ സ്റ്റേ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളും കട്ടപ്പന വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റേ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് ഹൈലി റെക്കമെൻഡഡ് ഫ്രം അവർ സൈഡ് ആസ് വെൽ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് മറക്കാതെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു കേരള ട്രാവൽ സീരീസ് ആയിട്ട് വരുന്നവരായിരിക്കും. Signing off from Clueless Passwords. Bye bye.